ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഓണം സമയമായി കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ വയ്യാതെ വന്നു കേട്ടോ ഫ്രണ്ട്സ്. എനിക്ക് ആർക്കും ആശംസകളൊന്നും പോസ്റ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. രാത്രി നേരെ ചൊവ്വ കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് ഈ ഭാഗം മൊത്തം വേദനയായിരുന്നു. നീരിറക്കമാണോ അതോ ചെവിയുടെ എന്താണെന്ന് എനിക്കറിയില്ല, പല്ലിൻ്റെ എങ്ങാനും എന്താണെന്ന് അറിയില്ല. എനിക്ക് ഇവിടെ പല്ല് പോട്, രണ്ട് സൈഡും പല്ല് പോടൊക്കെ ആയിരുന്നു. ഇപ്പോൾ പല്ലിൻ്റെ പകുതിയൊക്കെ അങ്ങനെ പോയിരിക്കണം. എൻ്റെ പല്ല് മൊത്തം പ്രശ്നമാണ് ഫ്രണ്ട്സ്. ഇതേ മുൻവശത്ത് പല്ല് ആടുന്നുണ്ട്, ഇത് എവിടത്തെ പല്ല് ആടുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ പല്ല് പോടുള്ളത് കൊണ്ടാണോ അതോ രണ്ടു നേരവും തല നനച്ച് കുളിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഞാൻ ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നീരിറക്കം കൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് രണ്ട് സൈഡും വേദനയാണ്. രാത്രി എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റിയില്ല. തിരുവോണ തലേ ദിവസം രാത്രി കേട്ടോ, എനിക്ക് അന്ന് നേരം വെളുക്കും വരെ നേരെ ചൊവ്വേ കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റിയില്ല. പിന്നെ നല്ല വേദനയായിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ നല്ല വൈകിയാണ് ഞാൻ എഴുന്നേറ്റത്. പക്ഷെ തലേ ദിവസം തന്നെ കുറേ പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പണികളെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ ചെയ്യാൻ തിരുവോണ ദിവസമാണെങ്കിലും സദ്യയൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല. എന്നാലും കുറച്ച് വിഭവങ്ങളാണെങ്കിലും കൂടിയിട്ട് അത് നമ്മുടെ കൂടെ ഒപ്പം ചെയ്യാൻ വേറെ ആരുമില്ല, ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു, പൂവൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോയി, തുണിയെല്ലാം കഴുകിയിട്ട് പാത്രങ്ങൾ കഴുകി, അങ്ങനെ വീട്ടിൽ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒരു വേദന, മഞ്ഞ് കൊണ്ടിട്ടാണോ നീരിറക്ക എന്താ പ്രശ്നം എന്നറിയില്ല. എന്തായാലും നമുക്കിങ്ങനെ വായ് പൊളിക്കാൻ പറ്റില്ല, നല്ല വേദന, ഇങ്ങനെ മിടുമിടുമിട് തെറിച്ചിട്ടുള്ളൊരു വേദന കേട്ടോ. ഇങ്ങനെ ചുളിച്ചുളൂന്ന് കുത്തുന്ന പോലൊരു വേദനയായിരുന്നു ഈ സൈഡ് ഭാഗത്ത്. കാരണം എനിക്ക് രാത്രി നേരെ ചൊവ്വേ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. നേരം വെളുത്തപ്പോൾ നല്ല വൈകിയാണ് എഴുന്നേറ്റത്. ഞാൻ മുറ്റമൊക്കെ അടിച്ച് കുളിച്ച് മുറ്റം അടിച്ച് പൂവൊക്കെ ഇട്ടു കേട്ടോ. റൂമൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി അങ്ങനെ കറികളെല്ലാം ഞാൻ വെച്ച്. എനിക്ക് വയ്യായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും തിരുവോണ ആശംസകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ ഇട്ടിട്ട്. പക്ഷേ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ വലിയച്ഛൻ, അതായത് ഇവിടുത്തെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ടൊക്കെ സഞ്ചയനത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അമ്പലത്തിലേക്കൊന്നും പോകാനായിട്ടൊന്നും പറ്റിയതുമില്ല കേട്ടോ. അപ്പം പിന്നെ ഭക്ഷണമൊക്കെ വെച്ച് അങ്ങനെ കഴിച്ചു കേട്ടോ. സേമിയ പായസമാണ് വെച്ചത്, പിന്നെ പച്ചക്കറികൾ അവിയൽ വെച്ചു, സാമ്പാർ വെച്ച്, പപ്പടം കച്ചി, പിന്നെന്താ പാവയ്ക്ക കറി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ഐറ്റംസൊക്കെ കൂടി ചേർന്നിട്ടൊരു സദ്യയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. പക്ഷേ ഓണം പിന്നെ വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു സന്തോഷമായിരുന്നു. വീട്ടിലേക്കൊക്കെ പോകണം എന്നുള്ളൊരു, തിരുവോണം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ, ഞാൻ വീട്ടിലേക്ക് പോയിട്ട് 5-6 മാസമൊക്കെ ആയി. അപ്പോൾ അച്ഛന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുകയാണ്. അവിടെ വേറെ ആരുമില്ല, അനിയന് പെട്രോൾ പമ്പിലാണ്. അവൻ ചിലപ്പോൾ വീട്ടിലേക്ക് വന്ന് കാണില്ല, കാരണം അവിടെയുള്ള കൂട്ടുകാരുടെ വീട്ടിൽ നിന്നൊക്കെ അവന് ഭക്ഷണമൊക്കെ കൊടുക്കും. പെട്രോൾ പമ്പിൽ താമസിച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ അവന് ഇവിടെ മോട്ടറിൻ്റെ മേലെ കയറിയിരിക്കല്ലേ, ഇവിടെ ആയിരിക്കും. അപ്പോൾ അവൻ ചിലപ്പോൾ പോയില്ലെന്നറിയില്ല. അപ്പം ഞങ്ങൾ പോയാലൊരു സന്തോഷമുള്ളൂ. അച്ഛൻ ചോറ് വയ്ക്കും, പിന്നെ 2 ചെറിയച്ഛന്മാരുടെ ഭാര്യമാർ, അവർ കറിയൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ അച്ഛനെ കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വയ്ക്കും. ഞാൻ തിരുവോണം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അച്ഛൻ വെറുതെ എപ്പോഴാണ് വരുന്നു എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ തിരുവോണം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുള്ളൊരു സാധ്യതയായിരുന്നു. അപ്പോൾ ഞാനും ആദ്യക്കുട്ടനും കൂടി പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അനിയാണ് സമ്മതിക്കണില്ല. അനിയാണ് കുറേ നാളായി വീട്ടിലേക്ക് വന്നിട്ട്, അപ്പോൾ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പോകാമെന്ന് കരുതി ഇരുന്നാണ്, പക്ഷേ പോയില്ല കേട്ടോ.
കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിലും സ്കൂളുണ്ടായിരുന്നല്ലോ, 2 ദിവസത്തെ സ്കൂളിൽ പോയിക്കോട്ടെ, എന്നാലും നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കണം. അപ്പം ഇന്ന് പോയില്ല കേട്ടോ. പക്ഷേ വീട്ടിലേക്ക് പോകാമെന്ന് അച്ഛനെ വാക്ക് കൊടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു നല്ല സങ്കടമുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ പോയാലേ അച്ഛനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ, ഇവൻ്റെ കളിയും ചിരിയും. അച്ഛന് കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ കരുതിയിരുന്നിട്ട് എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ നല്ല സങ്കടമായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പം പിന്നെന്താ, പിന്നെ അതുപോലെ തന്നെ എനിക്ക് കണ്ണിനും ചെറുതായിട്ട് ഒരു വേദനയുണ്ട്. കണ്ണ് ഒരു ഇത് അടിച്ചു കൊണ്ടതാണ് കേട്ടോ. അത് കാരണം എനിക്ക് കണ്ണും ഒരു പ്രശ്നമായിരിക്കുമായിരുന്നു. പിന്നെന്താ പറയാനുള്ളത്, അപ്പോൾ ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ സാരിയൊക്കെ തന്നെ എനിക്ക് അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതി സാരിയൊക്കെ വെച്ച് അലക്കിയൊക്കെ കഴുകിയൊക്കെ ഇട്ടതായിരുന്നു. പക്ഷേ എനിക്ക് അമ്പലത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇന്നലെ പിന്നെ തിരുവോണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇവിടെ പരിപാടികളൊക്കെ ഉണ്ട്, കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ട് പോയതുകൊണ്ട് എനിക്ക് നേരെ വീഡിയോസ് എടുക്കാനോ റീൽസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ലൈവ് ചെയ്യാൻ എനിക്ക് പറ്റാറേയില്ല. കാരണം ഫോൺ എപ്പോഴും ഏത് സമയത്തും ഇവൻ്റെ കയ്യിൽ തന്നെയാണ്. അത് കാരണം എനിക്ക് ലൈവ് ചെയ്യുമ്പോൾ സമ്മതിക്കില്ല. അതാണ് ലൈവ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. പിന്നെന്താ, പിന്നെ ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെയാണ് കേട്ടോ പൂക്കളൊക്കെ തീർക്കുന്നത്. പക്ഷേ അവിടെ ഉത്രാട ദിവസം തന്നെ മാതോറ് വെക്കുകയാണ് പാലക്കാടൊക്കെ. ഇപ്പോഴും അവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. അവർക്ക് ജോലിയൊക്കെ ഉള്ളതാണ്, റബ്ബർ ബോർഡിൽ ഫീൽഡ് ഓഫീസറായിട്ട്. അപ്പോൾ അമ്മയുടെ അനിയത്തിയാണ് എനിക്ക് എല്ലാ വർഷവും ഓണക്കോടിയൊക്കെ എടുത്തു തരുന്നത് കേട്ടോ. അച്ഛനൊന്നും അങ്ങനെ എടുത്തു തരില്ല. അമ്മയുടെ അനിയത്തിയാണ് എനിക്ക് എല്ലാ വർഷവും എടുത്തു തരുന്നത്. അമ്മമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മമ്മയുടെ കൊടുത്തു വിടും. ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും ഇത്തിരി വൈകിയാണെങ്കിലും കൊടുത്തു വിടും. അമ്മമ്മയുടെ വരവും കാത്ത് ഞാൻ ഇരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ ഞാൻ ഓണക്കൊടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 ജോഡി ഓണക്കൊടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയനെ മാത്രമാണ് എടുക്കാതിരുന്നിട്ടുണ്ടായിരുന്നത്. അനിയനെ മുണ്ടെങ്ങാനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യക്കൊട്ടിന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ മുത്തിയമ്മയൊക്കെയായിട്ട് അച്ചമ്മ, മുത്തിയമ്മ എന്ന് പറയുന്നത് ഞാൻ മുത്തിയമ്മ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. മുത്തിയമ്മ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മേനെയാണ് പറയുന്നത്. ഇപ്പോഴുള്ള ചെറിയച്ഛന്മാരുടെ മക്കളൊക്കെ അച്ചമ്മ എന്ന് തന്നെയാണ് മുത്തിയമ്മനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ അമ്മയുടെ മക്കളൊക്കെ മുത്തിയമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ അവിടെ പാടഭാഗത്ത് തന്നെ ഒരു മാതോറ് ഉണ്ടാക്കുന്ന ഒരു മണ്ണുണ്ട് കേട്ടോ. കളിമണ്ണാണ് തോന്നുന്നത്. അതെടുക്കാനായിട്ടൊക്കെ പ്രായമായിട്ടുള്ള അമ്മമാരും ചേച്ചിമാരും ഒക്കെ പോകും. അപ്പോൾ മുത്തിയമ്മയോട് ഞാനും പോകും കേട്ടോ. അങ്ങനെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ കാട് പിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവിടെ പാമ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആരും അങ്ങനെ മണ്ണെടുക്കാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ എല്ലാവരും മുറ്റത്ത് പൂക്കളമാണ് തീർക്കുന്നത് കേട്ടോ. പക്ഷേ പാലക്കാടിൽ പൂക്കളം തീർക്കുന്നതിനൊരു പ്രത്യേകത തന്നെയാണ്. കാരണം ചാണകമൊക്കെ മെഴുകി അങ്ങനെയൊക്കെയാണ് പൂക്കൾ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഓണ സമയത്തൊക്കെ 2 മാസം മുമ്പേ പൂക്കൾ ഇട്ട് തുടങ്ങും കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് മുഖം കഴിഞ്ഞ് പിന്നെ മുഖമൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ മൂളിപ്പാട്ടും പാടിയിട്ട് പോയി മഞ്ഞളിപ്പൂ, ചെമ്പരത്തിപ്പൂ, ഒരു വീട്ടിലേ ഉണ്ടാവുള്ളൂ ചെമ്പരത്തി ചെടി. അതിൽ അവർക്കും വേണം എനിക്കും വേണം. അപ്പോൾ കാണാണ്ടൊക്കെയാണ് അതിൽ നിന്ന് 1 2 ഒക്കെ പറിച്ചു കൊണ്ടുവന്ന് അതൊക്കെ വയ്ക്കും. പിന്നെ അച്ഛമ്മ എന്ന് പറഞ്ഞാൽ 2-3 മാസം മുമ്പേ തന്നെ പൂക്കളൊക്കെ വീട്ടിൽ നിറയെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് അച്ഛമ്മ ഇങ്ങനെ വളവും കൊണ്ട് ഇങ്ങനെ ചതുരത്തിലാണ് എനിക്ക് എപ്പോഴും മെഴുകി തരിക. അതിൽ ഞാനാണ് പൂ വയ്ക്കുക. തറവാട്ട് വീട്ടിൽ അന്ന് ചെറിയച്ഛന്മാരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവർ മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തറവാട്ട് വീട്ടിൽ പഠിക്കും കിടക്കുകയൊക്കെ ചെയ്യുന്നത് തറവാട്ട് വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെയാണ് പൂക്കളൊക്കെ തീർക്കുന്നത് കേട്ടോ. പിന്നെ ചെറിയച്ഛന്മാരൊക്കെ ഓണ സമയത്ത് വരുമ്പോൾ നിറയെ ബുക്കുകളും ഇതൊക്കെ കൊണ്ടുവരും. അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. പക്ഷേ ഇന്ന് അതൊക്കെ നമുക്ക് നഷ്ടമായി തീർന്നിരിക്കുകയാണ്. അച്ഛമ്മ മരിച്ച് ഒരു 5-6 വർഷമായി അച്ഛമ്മയൊക്കെ മരിച്ചിട്ട്. അച്ഛമ്മയുണ്ടാകുമ്പോൾ പിന്നെ അതുമാത്രമല്ല പാലക്കാടൊക്കെ പാടശേഖരങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇന്നത്തെ പറഞ്ഞാൽ യന്ത്രങ്ങൾ കൊണ്ടാണ് കൊയ്ത്തൊക്കെ നടക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്നൊക്കെ അമ്മമാരും
പ്രായമായിട്ടുള്ള ആൾക്കാരും എല്ലാവരും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എല്ലാം കൊയ്ത്തിനായിട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നെല്ല് അരച്ചാക്ക് നെല്ലാണ് ഒരു ദിവസം കൊയ്ത്തിന് പോയാൽ കിട്ടുന്നത്. അങ്ങനെയൊക്കെയാണ് പുന്നെല്ല്. അപ്പം അവിലിടിച്ച് പുത്തിരി ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ ഈ വീട്ടിലേക്ക് ആലപ്പുഴയിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവിടുത്തെ എനിക്ക് ഓർമ്മകൾ മാത്രമായിട്ട് ഇപ്പോഴും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം പുത്തിരിയൊക്കെ കഴിക്കും. പുത്തിരി ഉണ്ണുക എന്ന് പറഞ്ഞാൽ പുതിയ നെല്ലിൻ്റെ ചോറ് അല്ലെങ്കിൽ അവിൽ, പിന്നെ കൽക്കണ്ടം, ശർക്കര, പഴം ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് നിലവിളക്ക് 5 തിരിയിട്ട് കത്തിക്കും. എന്നിട്ട് ആ നിലവിളക്കിൽ തിരി ഇങ്ങനെ ആളി കത്തുമ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ ഈ അവിൽ എല്ലാം വീട്ടിലുള്ള അംഗങ്ങൾക്കൊക്കെ കയ്യിൽ നിറച്ച് തരും. എന്നിട്ട് തിരി ഇങ്ങനെ ആളി കത്തുമ്പോൾ അതിങ്ങനെ നമ്മൾ വായിൽ നിറയെ അങ്ങോട്ട് കഴിക്കുക. ആ വർഷം മൊത്തം നമുക്ക് ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടായില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെയൊക്കെ ഒരു വിശ്വാസമുണ്ട്. ഇപ്പോഴും അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ പുത്തിരി കിട്ടാന്ന് പറഞ്ഞാൽ പുത്തിരി ഉണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും പാടശേഖരങ്ങളൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മകളൊക്കെയാണ്. ഈ ഓർമ്മകളൊക്കെ അയവറത്തോടെ ഞാനും ഇവിടെ ഇരുന്ന് ഓണം ആഘോഷിക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടിക്കാലത്തെ ആ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലെപ്പോഴും ഉള്ള ചാണകം മെഴുകിക്കൊണ്ട് പൂവ് ഇവിടുത്തെ മണ്ണിൽ ചാണകമൊന്നും ആരും മെഴുകാറില്ല ഫ്രണ്ട്സ്, ഒന്നും ചെയ്യാറില്ല. വെറുതെ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ പൂവ് ഇടുകയാണ് ഞാൻ ചെയ്തത്. ഇവിടെ രാത്രിയൊക്കെയാണ് മുറ്റം അടിച്ചിട്ട് പൂക്കളമൊക്കെ തീർക്കുന്നത് തിരുവോണ തലേന്ന്. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെയൊന്നുമില്ല. അവിടെ 3 ദിവസം മാതോറാണ് വെക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ എല്ലാ ദിവസവും കാലത്ത് വളം മെഴുകിയിട്ട് പൂവിടും 3-4 ദിവസം. 2 മാസം മുമ്പേ പൂവിടും. അതല്ല ഉത്രാടം, തിരുവോണം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും കാലത്ത് തന്നെ മുറ്റം അടിച്ച് വൃത്തിയാക്കിയിട്ട് വളമൊക്കെ മെഴുകി ഇതൊക്കെ പൂവൊക്കെ ഇടും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഓണത്തിൻ്റെ ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ. അപ്പം ഞാൻ നിർത്തുകയാണ് ഫ്രണ്ട്സ്. ആദ്യം പായസം വേണം പറഞ്ഞിട്ട് ഇന്നലെ വൈകി കടയിൽ പോകാൻ വൈകാനും പാല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാൽപ്പൊടി ചേർത്തിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കിയത്. പക്ഷേ അതൊന്നും ശരിയായില്ല കേട്ടോ. അത് കാരണം ഇന്ന് പാല് വാങ്ങിച്ചിട്ട് പായസം ആദ്യം ആക്കി വെച്ചിരിക്കണം. ഞങ്ങളാരും കഴിക്കില്ല കേട്ടോ സേമിയ പായസം ഒന്നും. അച്ഛനും ഷുഗർ ഉള്ളതുകൊണ്ട് അച്ഛൻ കഴിക്കില്ല, അനിയനും കഴിക്കില്ല. എനിക്ക് പാലിൻ്റെ ഒരു ഐറ്റവും ഇഷ്ടമല്ല. അപ്പോൾ ഞാനും കഴിക്കില്ല. ആദ്യക്കൊട്ടം മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ അവന് അത് വേണം പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വിശേഷം. ഇവനാണെങ്കിൽ കുരുത്തക്കേടിൻ്റെ ആശാനാണ് കേട്ടോ. അതവിടെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി പാലക്കാട്ടിലേക്ക് പോകുള്ളൂ. എന്തായാലും പോകാമെന്നാണ് അനിയനും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സന്തോഷം. പോകാനുള്ള കാത്തിരിപ്പാണ്. എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകാൻ തോന്നിയിട്ട് വയ്യ കേട്ടോ ഫ്രണ്ട്സ്. പിന്നെന്താ, അപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. മൊത്തം കണ്ണ് വേദന, ചെവി വേദന, ഈ അസുഖമൊന്നും വിട്ടു മാറണില്ല. എല്ലായ്പ്പോഴും എനിക്ക് അസുഖക്കാരിയായി മാറിയാണ് ഞാൻ. പിന്നെന്താ ഫ്രണ്ട്സ്, അപ്പോൾ ഒരല്പം വൈകിയാണെങ്കിലും ഇനിയിപ്പം ആശംസ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ നിർത്താൻ കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയുള്ളവരൊക്കെ എൻ്റെ അടുത്ത്, ഇവിടെയുള്ള ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ പഠിക്കാനൊക്കെ പോകുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, ചേച്ചി റീൽസ് ചെയ്തോ? ഇന്ന് ചേച്ചി ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വഴി കൂടെ പോകുന്ന കുട്ടികൾ കേട്ടോ, ചേച്ചി യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണ്?